Dear students, ഇന്നത്തെ സബ്ജക്ട് കെമിസ്ട്രി നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് വിച്ച് ഡു നോട്ട് ഒബേ റൗൾസ് ലോ ആർ കോൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയും. There will be a change in volume and change in enthalpy during the formation of non-ideal solution. Thus, for non-ideal solutions, Pa not equal to P0A chi A, delta H mixing not equal to 0, delta V mixing not equal to 0. Ideal solutions ആണെങ്കിൽ Pa equal to P0A chi A എന്ന് നമ്മൾ പറഞ്ഞു. Delta H mixing equal to 0, delta V mixing equal to 0 ആയിരിക്കും. Non-ideal ആണെങ്കിൽ Pa not equal to P0A chi A, delta H mixing not equal to 0, delta V mixing not equal to 0. Non-ideal solutionsനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Non-ideal solutions showing positive deviation, non-ideal solutions showing negative deviation. First one എന്താണ്? Non-ideal solutions showing positive deviation. First point എന്താ? In this type of deviations, the partial vapor pressure of any component of a solution will be greater than that expected on the basis of Raoult's law. അപ്പോൾ സൊല്യൂഷനിലെ കമ്പോണൻസിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് റൗൾസ് ലോ. റൗൾസ് ലോ വഴി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണൻസ് കൂടുതലായിരിക്കും. Therefore, total vapor pressure of the solution will also be greater than that corresponding to an ideal solution of the same composition. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കി നമുക്ക് ഈസിയായി മനസ്സിലാക്കാം. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻസ്. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൗൾസ് ലോ വഴി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ. ഇത് അതിന്റെ മുകളിലായിട്ടല്ല വരണേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി കമ്പോണന്റ് ഓഫ് എ സൊല്യൂഷൻ ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് റൗൾസ് ലോ. റൗൾസ് ലോ വഴി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും എന്ത്? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി കമ്പോണന്റ് ഓഫ് എ സൊല്യൂഷൻ. For a solutions showing positive deviations, there is an intermediate composition for which vapor pressure of the solution is maximum. Vapor pressure maximum ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ എങ്ങനെയായിരിക്കും? ബോയിലിംഗ് പോയിന്റ് മിനിമം ആയിരിക്കും. At this composition, the solution boils at a constant temperature without any change in composition. Liquid mixtures which distill without change in composition are called azeotropic mixtures or azeotrops. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇതില് വേപ്പർ പ്രഷർ മാക്സിമം ആവുന്ന ആ ഒരു പോയിന്റ് അത് അവിടെയായിരിക്കും ബോയിലിംഗ് പോയിന്റ് മിനിമം. അത് അപ്പോ ലിക്വിഡ് മിക്സ്ചേഴ്സ് വിച്ച് ഡിസ്റ്റിൽ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ അതിനെന്താണ് പറയാ? അസിയോട്രോപിക് മിക്സ്ചേഴ്സ് എന്ന് പറയും, അസിയോട്രോപ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ബോയിലിംഗ് പോയിന്റ് മിനിമം, അതായത് വേപ്പർ പ്രഷർ മാക്സിമം ആവുന്ന ആ പോയിന്റ്, ആ കോമ്പോസിഷനിലാണ് സൊല്യൂഷൻ ബോയിൽസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. കോമ്പോസിഷനിൽ ചേഞ്ച് ഇല്ലാതെ ആ സൊല്യൂഷൻ ബോയിൽ ചെയ്യും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. വേപ്പർ പ്രഷർ മാക്സിമം ഉണ്ടോ? ഇതാണ് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ്. വേപ്പർ പ്രഷർ മാക്സിമം. ഈ പോയിന്റ് എന്താ? വേപ്പർ പ്രഷർ മാക്സിമം. ഇത് വേപ്പർ പ്രഷർ കറസ്പോണ്ടിങ് ടു മോൾ ഫ്രാക്ഷൻ ആർ ഉണ്ടോ? ഈ പോയിന്റിലാണ് വേപ്പർ പ്രഷർ മാക്സിമം. ഇവിടെയായിരിക്കും ബോയിലിംഗ് പോയിന്റ് മിനിമം. ഈ കോമ്പോസിഷനിൽ സൊല്യൂഷൻ ബോയിൽ ചെയ്യും വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. അപ്പോൾ അങ്ങനെയുള്ള മിക്സ്ചേഴ്സിന് എന്താണ് നമ്മൾ പറയുക? അസിയോട്രോപ്സ് എന്ന് പറയും. ലിക്വിഡ് മിക്സ്ചേഴ്സ് വിച്ച് ഡിസ്റ്റിൽ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ആർ കോൾഡ് അസിയോട്രോപിക് മിക്സ്ചേഴ്സ് ഓർ അസിയോട്രോപ്സ്. മനസ്സിലായോ? അപ്പോൾ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻസ് ആണെങ്കിൽ ഈ അസിയോട്രോപ്സിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യൂർ കമ്പോണൻസ്. അതുകൊണ്ട് ഇതിനപ്പോൾ എന്താ പറയാ? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്ന് പറയും. അപ്പൊ സൊല്യൂഷൻസ് എന്താണ്? ഈ പോയിന്റ് കാര്യം എന്താ പറഞ്ഞത്? ഇവിടെയാണ് മാക്സിമം വേപ്പർ പ്രഷർ, മിനിമം ബോയിലിംഗ് പോയിന്റ്. ഈ കോമ്പോസിഷനിൽ വെച്ചിട്ട്, ഈ ഇന്റർമീഡിയറ്റ് കോമ്പോസിഷനിലാണ് സൊല്യൂഷൻ ബോയിൽ ചെയ്യും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. ഇപ്പോൾ ലിക്വിഡ് മിക്സ്ചേഴ്സ് വിച്ച് ഡിസ്റ്റിൽ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ അതിനെയാണ് നമ്മൾ അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. സൊല്യൂഷൻസ് ഇപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്
ലെസ് ദാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ കമ്പോണൻസ്. ഇപ്പോൾ സൊല്യൂഷൻസ് ഇപ്പോൾ എന്താ പറയുക, പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അസിയോട്രോപ്സിന് എന്താ പറയുക, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്ന് പറയും. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. കാരണം എന്താ, ബോയിലിംഗ് പോയിന്റ് ഓഫ് അസിയോട്രോപ്പ് ഈസ് ലെസ് ദാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ കമ്പോണൻസ്. At this composition, the solution boils at a constant temperature without any change in composition. Liquid mixtures which distill without any change in composition are called azeotrophs. In the case of solutions with positive deviations, boiling point of azeotrope is less than boiling point of either of the pure components. So it is called minimum boiling azeotrophs. So positive deviations from Raoult's law are shown by solutions in which AB interactions are weaker than AA and BB interactions. So solutions showing positive deviation ആണെങ്കിൽ AB interactions weaker ആയിരിക്കും. AB interactions are weaker than AA, BB interactions. ഇനി എക്സാമ്പിൾ എന്താണ്? എത്തനോൾ ആൻഡ് അസിറ്റോൺ, അസിറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്, എത്തനോൾ ആൻഡ് water. In the case of a non-ideal solutions with positive deviation, delta V mixing and delta H mixing are positive. Greater than 0 ആയിരിക്കും. Delta V mixing greater than 0, delta H mixing greater than 0, അതായത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻസ് എന്തെല്ലാം പോയിന്റ്സ് ആണ് പറഞ്ഞത്? Non-ideal solutions showing positive deviations. എന്തെല്ലാം points ആണ് പറഞ്ഞത്? First point, partial vapor pressure of any component of a solution greater than that expected on Raoult's law. Second point എന്താണ്? AB interactions are weaker than AA and BB interactions. AB interactions are weaker. Positive എന്ന് പറയുമ്പോൾ stronger അല്ല. AB interactions are weaker. AB interactions are weaker than AA and BB interactions. പിന്നെ എന്താണ്? ഡെൽറ്റ എച്ച് മിക്സിംഗ് പോസിറ്റീവ് ആയിരിക്കും, ഡെൽറ്റ വി മിക്സിംഗ് പോസിറ്റീവ് ആയിരിക്കും. ഇത്രയാണ് മെയിൻ പോയിന്റ്സ്. 4 പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി കമ്പോണന്റ് ഓഫ് ദി സൊല്യൂഷൻ ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് Raoult's law. സെക്കൻഡ് പോയിന്റ്, AB interactions are weaker than AA, B and BB interactions. Third point എന്താ? delta H mixing, delta B mixing എല്ലാം പോസിറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ എന്താ? എത്തനോൾ ആൻഡ് അസിറ്റോൺ. ഈ കേസ് നമ്മൾ പറയണ ഇതിൽ എന്താ, മാക്സിമം ആയിട്ട് വേപ്പർ പ്രഷർ ഉള്ളതും കറസ്പോണ്ടിങ് ടു മോൾ ഫ്രാക്ഷൻ മാക്സിമം ആയിട്ടുള്ള വേപ്പർ പ്രഷർ ഉള്ള അതിനെ എന്താണ് നമ്മൾ പറയുക? അവിടെ വേപ്പർ പ്രഷർ മാക്സിമം ആയിരിക്കും, ബോയിലിംഗ് പോയിന്റ് മിനിമം ആയിരിക്കും. ഈ കോമ്പോസിഷനിൽ സൊല്യൂഷൻ ബോയിൽ ചെയ്യും വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. അങ്ങനത്തെ മിക്സ്ചറിനെയാണ് നമ്മൾ അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയും പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അസിയോട്രോപ്സിനെ നമ്മൾ പറയാ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആണ് പറയാ. കാരണം എന്താ? ബോയിലിംഗ് പോയിന്റ് ഓഫ് അസിയോട്രോപ്പ് ഈസ് ലെസ് ദാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ കമ്പോണൻസ്. അതുകൊണ്ടാണ് ഈ കേസിലെ അസിയോട്രോപ്സിനെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്നാണ് പറയുക. Non-ideal solutions showing negative deviations. പോസിറ്റീവ് ഡീവിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ ആയി. ഫസ്റ്റ് പോയിന്റ് എന്താ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഇൻ സൊല്യൂഷൻ ലെസ് ദാൻ വേപ്പർ പ്രഷർ എക്സ്പെക്റ്റഡ് ബേസ്ഡ് ഓൺ Raoult's law. Raoult's law വഴി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഓരോ സൊല്യൂഷനിലുള്ള ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. AB interactions are stronger. AB interactions strong ആയിരിക്കും. AB interactions are stronger than AA and BB interactions. പിന്നെ total vapor pressure is less than vapor pressure required as per Raoult's law. നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ഡീവിയേഷൻസിൽ പറഞ്ഞ 3 പോയിന്റ് അത് നേരെ ഓപ്പോസിറ്റ് ആക്കി പറഞ്ഞാൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ ആയി. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പോസിറ്റീവില് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഈസ് എങ്ങനെയായിരുന്നു? ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്ടഡ്. ഈ കേസിൽ നെഗറ്റീവ് ആണെങ്കിൽ partial vapor pressure of each component in solution is less than vapor pressure expected based on Raoult's law. മാത്രമല്ല AB interactions are stronger than AA and BB interactions. പിന്നെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ആസ്
ഈസ് ലെസ് ദാൻ വേപ്പർ പ്രഷർ റിക്വയർഡ് ആസ് പെർ റൗൾസ് ലോ. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതാണ് ഐഡിയലിന്റെ അതിന്റെ താഴെയായിട്ട് വരയ്ക്കുക. അതായിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻസ് പറയുന്നത്. നെഗറ്റീവ് ഡീവിയേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഈസ് ലെസ് ദാൻ ദ വേപ്പർ പ്രഷർ എക്സ്പെക്റ്റഡ് ബേസ്ഡ് ഓൺ റൗൾസ് ലോ. പിന്നെ എ ബി ഇന്ററാക്ഷൻസ് ആണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയുക. എ ബി ഇന്ററാക്ഷൻസ് ആർ സ്ട്രോങ്. എ ബി ഇന്ററാക്ഷൻസ് ആർ സ്ട്രോങ്. ഇനി ഈ കേസിൽ നമ്മൾ പറയാ ഫോർ സൊല്യൂഷൻസ് വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ദർ ഈസ് എൻ ഇന്റർമീഡിയറ്റ് കോമ്പോസിഷൻ ഫോർ വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് മിനിമം. ആ വേപ്പർ പ്രഷർ മിനിമം ആവുന്ന ആ കോമ്പോസിഷൻ ഉണ്ട്. അത് എന്താണ്, അവിടെയായിരിക്കും ബോയിലിംഗ് പോയിന്റ് മാക്സിമം. അതുകൊണ്ട് തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷനിൽ അസിയോട്രോപ്സിന് നമ്മൾ എന്താ പറയാ, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്നാണ് പറയാ. അപ്പൊ എന്തുകൊണ്ടാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്ന് പറയുന്നത്? ഈ കേസിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് അസിയോട്രോപ്പ് ഈസ് മോർ ദാൻ either of the components. So it is known as maximum boiling azeotrophs. Non-ideal solutions showing negative deviations. ആ കേസിൽ ഡെൽറ്റ വി മിക്സിംഗ് ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവ് ആയിരിക്കും. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി മിക്സിംഗ് ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവ് ആയിരിക്കും. അതായത് ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എല്ലാം ഈക്വൽ ടു 0 ആണെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻസ്, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. പോസിറ്റീവ് ഡീവിയേഷൻസ് എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി മിക്സിംഗ് ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0 ആയിരിക്കും. എക്സാമ്പിൾ എന്താണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. എക്സാമ്പിൾ എന്താ? മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് ക്ലോറോഫോം അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് ഫീനോൾ ആൻഡ് അനിലിൻ. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് ടോപ്പിക് ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് എനി കമ്പോണന്റ് ഓഫ് ദി സൊല്യൂഷൻ ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് റൗൾസ് ലോ. ആ കേസിൽ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദാറ്റ് കറസ്പോണ്ടിങ് ടു എ ഐഡിയൽ സൊല്യൂഷൻ. പിന്നെ എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻസ് ആണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻസ് ആണെങ്കിൽ എ ബി ഇന്ററാക്ഷൻസ് ആർ വീക്കർ. എ ബി ഇന്ററാക്ഷൻസ് ആർ വീക്കർ ദാൻ എ എ ആൻഡ് ബി ബി ഇന്ററാക്ഷൻസ്. ഡെൽറ്റ വി മിക്സിങ്ങും ഡെൽറ്റ എച്ച് മിക്സിങ്ങും പോസിറ്റീവ് ആയിരിക്കും. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷനിൽ ഡെൽറ്റ വി മിക്സിങ്ങും ഡെൽറ്റ എച്ച് മിക്സിങ്ങും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻസ് ആണെങ്കിൽ partial vapor pressure of each component in solution is less than vapor pressure expected based on Raoult's law. ആ കേസിൽ എ ബി ഇന്ററാക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ എ എ ഇന്ററാക്ഷൻസ് ആൻഡ് ബി ബി ഇന്ററാക്ഷൻസ്. പിന്നെ അതിൽ ഡെൽറ്റ എച്ച് മിക്സിങ്ങും ഡെൽറ്റ വി മിക്സിങ്ങും നെഗറ്റീവ് ആയിരിക്കും. അതായത് ലെസ് ദാൻ 0 ആയിരിക്കും. എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് ഫീനോൾ ആൻഡ് ക്ലോറോഫോം. മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. അടുത്ത എക്സാമ്പിൾ എന്താ? ഫീനോൾ ആൻഡ് അനിലിൻ. നെക്സ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ്. നെക്സ്റ്റ് ടോപ്പിക് എന്താ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ്. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? സൊല്യൂഷൻസിന്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Properties which depend only on the number of particles of solute present in solution and not on the nature of the particles are called colligative properties. Colligative properties എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് മാത്രമായിരിക്കും, പാർട്ടിക്കിളുടെ നേച്ചറിനായിരിക്കില്ല. Properties which depend only on number of particles of solute present in solution and not on the nature of the particles. അതിനെയാണ് colligative properties എന്ന് പറയുന്നത്. Colligative propertiesനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.